സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ജനം പിറുപിറുത്തിരുന്നു. അവർ മരുഭൂമിയിൽ തന്നെ നശിച്ചു പോവുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ യേശുക്രിസ്തു 30 വയസ്സ് വരെ ഒരു തച്ചനായും ആണ്ടുതോറും ദൈവാലയത്തിൽ കടന്നുപോയും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടും തൻ്റേതായ സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടെ 30 വയസ്സിന് ശേഷം തൻ്റേതായ പേഴ്സണൽ മിനിസ്റ്റർ ഭംഗിയായി ചെയ്ത് ഒക്കെ വളരെ വിശ്വസ്തനായി നന്നായിട്ട് യേശുക്രിസ്തുവിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് പറയുന്നത്. ബൈബിളിൽ തന്നെ സമ്പത്ത് കൂട്ടിവെക്കുന്ന ധനവാനോട് പറയുന്നുണ്ട്, ഈ ലൈഫ് ഇന്ന് ചോദിക്കുകയാണെങ്കിൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കെന്ന്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന നന്മകളും ഫിനാൻഷ്യൽ അതുപോലെ സാധ്യതകൾ ആയിട്ട് ലഭിക്കുന്ന ഫാമിലിയിൽ ലഭിക്കുന്ന സന്തോഷങ്ങൾ, ഒരുപക്ഷെ ഒരു അപ്പൻ്റെ അപ്പ അമ്മയുടെ അമ്മയൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ട് അവർക്ക് സന്തോഷിക്കാനുള്ളതും അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഫാമിലിയോടൊപ്പം നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അതുപോലെ നമുക്ക് കിട്ടുന്ന സാധ്യതകൾ അത് ഉപയോഗിക്കുക. അതാണ് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ല നന്മയും അനുഗ്രഹങ്ങളും. നമ്മുടെ ഇപ്പോഴത്തെ സാധ്യതകൾ ഉപയോഗിക്കുക. താങ്ക് യു.